ഈ ഒരുപാട് തിരക്കുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ സമയം വേണമെങ്കിൽ സമയം കണ്ടെത്താം, പക്ഷേ സമയം കണ്ടെത്താത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആൻസർ പറയുന്നത് ഒരുപാട് തിരക്കാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ വ്യക്തിപരമായൊരു പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ദൈവമായിരുന്നു അല്ലേ? ഈശോ ദൈവമായിരുന്നിട്ട് ഈശോ എന്തിനാണ് പ്രാർത്ഥിച്ചേ? ഈശോ പിതാവിൻ്റെ അടുക്കൽ ഒരുപാട് സമയങ്ങളിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു എന്ന് വചനം പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിന് ഈശോയ്ക്ക് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ദൈവമല്ലേ. അപ്പോൾ ഈശോയുടെ പേഴ്സണൽ പ്രയർ നമുക്ക് നൽകുന്ന അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പൂർണ്ണമായ ദൈവവും ഇൻ ദ സെയിം സെൻസ് ഈശോ പൂർണ്ണമായ മനുഷ്യനുമാണ്. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ചെയ്തത് ഈശോയുടെ ദൈവികത ഈശോയുടെ മാനുഷിക തലങ്ങളിലേക്ക് ഈശോ ഇറക്കുകയാണ്, ആവസിപ്പിക്കുകയാണ്. ഈശോയുടെ ദൈവികത ഈശോയുടെ മാനുഷിക തലങ്ങളിലേക്ക് ഈശോ ഇറക്കുകയാണ് പ്രാർത്ഥിച്ചപ്പോൾ ചെയ്തത്. പ്രാർത്ഥനയുടെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യരാണ്, ശരീരത്തിൽ ലോകത്തിൽ പാപ ടെൻഡൻസിയോടെ ജീവിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ പ്രാർത്ഥന പേഴ്സണൽ പ്രയറിലൂടെ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം എൻ്റെ ശരീര തലങ്ങളിലേക്ക് ആവസിക്കുന്ന ഒരു മൊമെൻ്റാണ്. അത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് വളരെ കൂളായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലും പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളിലും ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത് സ്വയം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ പിടികിട്ടും. അപ്പോഴേ ഞാൻ ചോദിച്ചപ്പം എന്നാലും ഇങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാതെ, ഇതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുവാണെങ്കിലോ? അത് ഈശോയ്ക്ക് ഗത്സമനിയിലുണ്ടായ ഒരു സമയത്ത് ശിഷ്യന്മാർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? കൂടെ ഇരിക്കാൻ ഈശോ ആവശ്യപ്പെട്ടപ്പോൾ അവരെന്നെ ചെയ്തേ? അവർ പോയിരുന്നു ഉറങ്ങി. അപ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് സാധിക്കത്തില്ലേ? എന്ന് കഴിഞ്ഞാൽ ഇത് സമയം നമുക്കിങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു പോകും. ഏതാ? എനിക്ക് ഉറക്കം, അല്ലെങ്കിൽ ജോലി, തിരക്ക്, കാര്യങ്ങളെന്ന് പറഞ്ഞു പോകും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈശോ പറയുന്ന അടുത്ത വചനമാണ്, ശരീരം ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. എന്നുവെച്ചാൽ ഈ ശരീരം ബലഹീനമായതിനാൽ ശരീരത്തെ ബലപ്പെടുത്താൻ ഈ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ്. അത് മറ്റേത് ഇങ്ങനെ ഇതെല്ലാം പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ്. പ്രലോഭനത്തിൽ വീഴാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നാണ് ഈശോ പറയുന്നത്. മറ്റേതെല്ലാം പ്രലോഭനങ്ങളാണ്. ഏതാ? ബാക്കി പാപത്തിലേക്ക് പോകുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളെല്ലാം പ്രലോഭനങ്ങളാണ്. പ്രിയോറിറ്റി കൊടുക്കുക, പ്രാർത്ഥനയ്ക്ക് പ്രിയോറിറ്റി കൊടുക്കുക, പ്രാർത്ഥിക്കുക അല്ലേ? പ്രാർത്ഥനയ്ക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നതല്ല, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്നു. ഇപ്പം എനിക്ക് തിരക്കുണ്ടാകുന്നു തോന്നിക്കഴിഞ്ഞാൽ, അതെന്നെ അകറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അതിൽ തന്നെ തിരക്കല്ലത്, മറിച്ച് അതെനിക്കുണ്ടാകുന്ന പ്രലോഭനമാണ്. ആമേൻ.